എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ ഡൂഹീനെ കാണിച്ചുകൊണ്ടാ. അവിടെയാണെങ്കിൽ ഇപ്പൊ ഡൂഹീനെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ഗുവോൺ പോയിരിക്കുവല്ലേ. അതും അവളുടെ നല്ലതിന് വേണ്ടിയിട്ടാ അവനിപ്പോ അവളെ ഉപേക്ഷിച്ച് പോയേക്കുന്നേ. നമ്മുടെ ഡൂഹിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാവും. എന്നാലും അവളാണെങ്കിൽ ആ സങ്കടമൊക്കെ മറികടന്ന് ജീവിക്കാനായിട്ട് തുടങ്ങും. പിന്നീട് കാണിക്കുന്ന കുറച്ച് നാളത്തെ സീനാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഡൂഹി ഉണ്ടല്ലോ, അവളാണെങ്കിൽ ഇതെല്ലാം ഓവർകം ചെയ്തിട്ട് അവളുടെ ഡെയിലി റുട്ടീനായിട്ടുള്ള ഓഫീസിൽ പോക്കും കാര്യങ്ങളെല്ലാം നല്ല പ്രോപ്പറായിട്ട് നടത്തുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഇപ്പോൾ അധികം ചിരിക്കത്തൊന്നുമില്ല. അവളുടെ മുഖത്താണെങ്കിൽ അങ്ങനെ അധികം വലിയ സന്തോഷമൊന്നും കാണാനില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഒരു പ്രോസിക്യൂട്ടറിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നേ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേഡം ജൂൻ്റെ മോനിലെ അവൻ്റെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തുന്നത് അവൾ കാണും. ആ പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മുടെ ഡൂഹി ആണെങ്കിൽ ആദ്യമേ കല്യാണം കഴിക്കാനായിട്ടിരുന്ന ഒരാളില്ലേ, അയാൾ തന്നെയാണ്. അയാളുടെ അടുത്ത് നമ്മളുടെ ഡൂഹി ആണെങ്കിൽ ഈ മേഡം ജൂൻ്റെ മോനെ പറ്റി ചോദിക്കും. അപ്പോൾ അയാൾ പറയും, അതായത് മേഡം ജൂൻ്റെ മോൻ്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ കേസ് ഉടനെ ഒന്നും ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. നമ്മുടെ ഡൂഹി ആണെങ്കിൽ പറയും, മേഡം ജൂൻ്റെ കേസിനും എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പാക്കണം, എനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്ന ആ പ്രോസിക്യൂട്ടർ പറയും, നിങ്ങൾ അതൊന്നും ആലോചിച്ചിട്ട് ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യവുമില്ല, അതെല്ലാം ഞാൻ നല്ല പ്രോപ്പറായിട്ട് ചെയ്തോളാം എന്ന്. കൂട്ടത്തിൽ തന്നെ ആ പ്രോസിക്യൂട്ടർ ആണെങ്കിൽ നമ്മളുടെ ഡൂഹിയുടെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. അവക്കാണെങ്കിൽ നല്ല ചമ്മലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മിസ്റ്റർ പാർക്കിനെയാണ്. അയാളും ഇപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഇപ്പം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിന്ന് പോയേക്കുമല്ലേ. അപ്പം നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് മിസ്റ്റർ പാർക്കിൻ്റെ കയ്യിലായിട്ടേ ഒരു നെയിം ബോർഡ് എടുത്തു കൊടുക്കും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അതാണെങ്കിൽ ഇപ്പം മിസ്റ്റർ പാർക്കിൻ്റെ പേരിലോട്ട് ആക്കി എന്നും പറഞ്ഞിട്ട് നമ്മളുടെ ഗുവോൺ പറയും, ഇനി മുതൽ നീ ഇതെല്ലാം നോക്കി നടത്തണം, ഞാൻ എന്തായിരുന്നാലും തിരിച്ചു വരും. എപ്പോഴാണെന്നറിയാവോ, എനിക്കും ഡൂഹിക്കും ഒരു ഹാപ്പി എൻഡിങ് കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അതുവരേക്കും നീ ഇത് നോക്കി നടത്തിയേ പറ്റത്തോളം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗുവോൺ ഇപ്പോൾ പോയേക്കുന്നത്. ഇതെല്ലാം ആലോചിച്ചിട്ട് നമ്മളുടെ മിസ്റ്റർ പാർക്കിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ ഗുവോണിനെ തിരക്കിയിട്ട് അവൻ്റെ പുറകെ നടക്കുന്ന ആ ഗുണ്ടകളില്ലേ, അവർ വരുന്നതാണ്. അവരാണെങ്കിൽ ഇപ്പം നമ്മളുടെ ഗുവോണിനെ അന്വേഷിച്ച് നടക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണെങ്കിൽ നമ്മളുടെ ഗുവോണിന് വേണ്ടിയിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റ് തന്നെ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാനാ അവിടെ എത്തുന്നതും ഇവന്മാരെല്ലാവരും അറിയും. നമ്മളുടെ ഗുവോൺ ആണെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോയി എന്ന്. ഇത് അറിയുന്നതും അവന്മാർക്ക് ഭയങ്കര സങ്കടമാവും. അതിനകത്തുള്ള ആ തലവനില്ലേ, അവനാണെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മേഡം ജൂൻ്റെ മോളില്ലേ, അവരെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഷോക്കിലായിരുന്നു. അവരിരുന്ന് ആലോചിക്കും, എന്നാലും എൻ്റെ ചേട്ടനാണെങ്കിൽ എങ്ങനെയാ എൻ്റെ അമ്മേനെ കൊല്ലാൻ തോന്നിയത് എന്ന്. അവർക്കാണെങ്കിൽ ഇപ്പോൾ ഇതൊന്നും വിശ്വസിക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ഡൂഹീനെ, അവളാണെങ്കിൽ ഇപ്പോൾ ഓഫീസിലിരിക്കുമായിരുന്നു, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അവളാണെങ്കിൽ ഓരോരോ ജോലി തിരക്കിൽ അതും മറന്ന് ഇങ്ങനെ ഭയങ്കര ഷോകം അടിച്ചിരിക്കുക. ഇത് കാണുന്നതും അവിടെയായിട്ട് നമ്മളുടെ ചാൻ വരും. അവനാണെങ്കിൽ ഇപ്പോൾ ഡൂഹിക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അവൻ പറയും, നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാമെന്ന്. ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിലായിട്ട് നമ്മുടെ ചാനാണെങ്കിൽ ഡൂഹിയുടെ മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ തുടങ്ങും. അവനാണെങ്കിൽ പറയും, എന്നാലും ഡൂഹി, നീ നിന്റെ ബ്രാഞ്ചസിനെ വലുതാക്കാൻ പോവുകയാണല്ലേ, അമേരിക്കയിൽ നീ ആണെങ്കിൽ പുതിയ കമ്പനി സ്റ്റാർട്ടാക്കാൻ പോകുന്നു എന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു. ഇത് കേൾക്കുന്നത് നമ്മുടെ ഡൂഹി പറയും, അതെ നീ കേട്ടതൊക്കെ സത്യമാണ്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചാനാണെങ്കിൽ അവളെടുത്ത് ചോദിക്കും, യഥാർത്ഥത്തിൽ ഗുവോൺ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയോ എന്ന്. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, അതെ അത് സത്യമാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു ഡീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ഡീലിംഗ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള ടാറ്റു അവൻ്റെ കയ്യിലോട്ട് തിരിച്ചു കിട്ടണം. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ മേഡം ജൂനെ കൊന്നത് ആരാണോ അവരെ കണ്ടുപിടിക്കണം. ഇതിപ്പോൾ രണ്ട് കാര്യവും കംപ്ലീറ്റ് ആയാലോ, ഇനിയിപ്പോൾ ഇവൻ ഇവിടെ നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് അവനിപ്പോൾ ഇവിടെ നിന്നും അങ്ങ് പോയത് എന്ന് പറയും. നമ്മളുടെ ഡൂഹിയുടെ മുഖം കാണുന്ന ചാനിന് മനസ്സിലാവും അവളൊട്ടും ഹാപ്പിയല്ല, അവൾ നല്ല വിഷമത്തില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ആ ഷിന്നിനെയും അതേപോലെ തന്നെ മിസ്റ്റർ പാർക്കിനെയാണ്. മിസ്റ്റർ പാർക്കാണെങ്കിൽ ഷിന്നിന് വേണ്ടിയിട്ട് ഫുഡും കൊണ്ടുവരും. അവർ രണ്ടുപേരും സംസാരിക്കുന്നത് നമ്മുടെ ഡൂഹിനെയും അതേപോലെ തന്നെ ഗുവോണിനെയും പറ്റിയിട്ടാണ്. രണ്ടുപേരും ഭയങ്കര കാര്യമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതും അവിടെയായിട്ട് അവരുടെ കൊളീഗ്സൊക്കെ നടന്നു വരും. പെട്ടെന്ന് തന്നെ ഷിന്നാണെങ്കിൽ പേടിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നോക്കിക്കൊണ്ടിരിക്കും. ഉടനെ തന്നെ നമ്മുടെ മിസ്റ്റർ പാർക്ക് പറയും, നീ പേടിക്കണ്ട, ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്നങ്ങ് എസ്കേപ്പ് ആവും. ഇവിടുത്തെ കൊളീഗ്സൊക്കെ വരുന്നത് നോക്കുമ്പോൾ എന്തുവാ, നമ്മുടെ ഷിന്നാണെങ്കിൽ അവിടെ ഒറ്റയ്ക്ക്
ഇരുന്ന് ഒളിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അവർ ചോദിക്കും നിങ്ങൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുവാണോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൂഹിയാണെങ്കിൽ TV കാണുന്നതാണ്. അതിനകത്ത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മേഡം ചുൻ്റെ മോൻ്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല, കണ്ടു കിട്ടുന്നവരെ ഇൻഫർമേഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാ. ഇവളാണെങ്കിൽ ഇത് നോക്കിക്കൊണ്ടിരിക്കും. അതേസമയം തന്നെ വേറൊരാളിനെ നമുക്ക് കാണിക്കും. അയാളുടെ ഫേസ് നമുക്ക് നല്ലതുപോലെ റിവീൽ ആക്കത്തില്ല, എങ്കിലും നമുക്കൊരു ഹിന്റ് കിട്ടും. അതായത് ഇതൊരു പക്ഷേ നമ്മുടെ മേഡം ചുൻ്റെ മോൻ തന്നെയാണോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഡൂഹിയാണെങ്കിൽ അറിയാണ്ടങ്ങ് ഉറങ്ങി പോകുന്നതാണ്. അവിടേക്ക് രാത്രി സമയമാവുന്നതും നമ്മളുടെ ഗുവോൺ വരും. അതും ഇവളെ നല്ലതുപോലെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡൂഹിനെ എടുത്ത് കട്ടിലായിട്ട് കിടത്തും. രാവിലെ എഴുന്നേക്കുന്ന നമ്മുടെ ഡൂഹി ആണെങ്കിൽ കണ്ടിട്ട് ഭയങ്കര ഷോക്കാകും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ കിടന്നുറങ്ങാൻ നേരത്ത് സോഫയിലായിരുന്നല്ലോ കിടന്നത്, ഇപ്പോഴാണെങ്കിൽ കട്ടിലുമായി. അപ്പോൾ അവൾ വിചാരിക്കും ഒരുപക്ഷെ ഗുവോൺ അവളുടെ അടുത്തേക്ക് എത്തിക്കാണും എന്ന്. അങ്ങനെ അവളാണെങ്കിൽ പുറത്ത് വന്നിട്ട് അവിടെ എല്ലാം നോക്കും. എന്നാൽ നമ്മുടെ ഗുവോൻ്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹിക്ക് ഭയങ്കര സങ്കടമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ നമ്മുടെ ഡൂഹി വന്നിട്ട് അമേരിക്കയിലെ കമ്പനിയിലെ അവരുമായിട്ട് കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്യുന്നതാണ്. ഇതിൻ്റെ പേരിൽ അവരൊരു പാർട്ടി തന്നെ കണ്ടക്ട് ചെയ്യും. അവിടെ നമ്മുടെ ഡൂഹിയും അതേപോലെ തന്നെ ഷിന്നും അവളുടെ കൊളീഗ്സും എല്ലാവരോടും ചേർന്നിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാനായിട്ട് തുടങ്ങും. അവിടെയായിട്ട് നമ്മളുടെ ഡൂഹി ആണെങ്കിൽ നല്ലതുപോലെ ഫിറ്റ് ആയായിരുന്നു. അവസാനം എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഷിന്നു ചോദിക്കും നിങ്ങളെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കണോ എന്ന്. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല, എനിക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് അവളുടെ വീട്ടിലോട്ട് പോകും. ചെന്ന് കയറുന്നതും അവിടെയായിട്ട് ലൈറ്റ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹി ആണെങ്കിൽ അവളുടെ കൈ വെച്ചിട്ട് ആ ലൈറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നിട്ട് അവൾ പറയും ഞാനിത് എന്തായി കാണിക്കുന്നത്, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, എൻ്റെ കൂടെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് നടക്കുന്നതും പെട്ടെന്ന് തന്നെ അവൾ കാല് സ്ലിപ്പായി താഴേക്ക് അങ്ങ് വീഴും. അവളുടെ മുട്ടിൽ ചെറുതായിട്ടൊരു മുറിവും പറ്റും. എന്നാലും നമ്മുടെ ഡൂഹി ആണെങ്കിൽ എഴുന്നേറ്റ് എന്നിട്ട് പറയും ഞാനിപ്പോൾ എഴുന്നേറ്റ് നിന്നേ പറ്റൂ, എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ വരത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ അവളുടെ വീടിനകത്ത് കയറി സോഫയിലായിട്ട് അങ്ങ് കിടക്കും. എന്നിട്ട് അവൾ പറയും ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ്, ഞാനത് ശീലമാക്കിയതുമാണല്ലോ, ഇനിയും ഞാനത് ശീലമാക്കുമെന്നും പറഞ്ഞിട്ട് അവൾ സംസാരിച്ചുകൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോവും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അവളുടെ അടുത്തായിട്ട് വന്നിരിക്കുന്നതാണ്. അവരാണെങ്കിൽ നമ്മുടെ ഡൂഹിനെ എടുത്ത് വീണ്ടും കട്ടിലായിട്ട് കൊണ്ടുവന്ന് കിടത്തും. എന്നിട്ട് അവൻ അവളെ ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെ നോക്കിക്കൊണ്ടിരിക്കും. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഗുവോണും ഡൂഹിനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഡൂഹി എഴുന്നേൽക്കുമ്പോൾ അവൾ വീണ്ടും കട്ടിൽ കിടക്കുന്നതാണ്. ഇവളാണെങ്കിൽ നല്ലതുപോലെ അങ്ങ് ഞെട്ടിപ്പോവും. പെട്ടെന്ന് തന്നെ അവൾ കണ്ണു തുറന്നിട്ട് ആലോചിക്കും എങ്കിലും ഞാൻ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത് എന്നും പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ അവളുടെ കാലിലുണ്ടായിരുന്ന ആ മുറിവില്ലേ അതെടുത്ത് വെച്ച് നോക്കും. എന്നാൽ അവിടെ മുറിവൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഡൂഹി വിചാരിക്കും എന്നാലും ഇതെങ്ങനെയാ സംഭവിച്ചത്, എനിക്ക് എന്താ പറ്റിയത്, ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും, ഞാൻ ഇന്നലെ വീണിട്ട് എൻ്റെ കാലൊന്നും മുറിഞ്ഞു കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡൂഹി അവളുടെ ഡേ ടു ഡേ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഒരുങ്ങും. എന്നിട്ട് നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഓഫീസിലായിട്ട് വരുന്നതും നമ്മുടെ ഷിന്നിനെ കാണുന്ന അവൾ ചോദിക്കും അല്ലേ എനിക്കിപ്പോൾ നല്ലൊരു ഡൗട്ടുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുവോൺ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്നാണെങ്കിൽ ഡൂഹിനെ പറഞ്ഞ് മനസ്സിലാക്കും അതൊക്കെ വെറും നിന്റെ തോന്നൽ മാത്രമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പല തോന്നലുകളും ഉണ്ടാവും, അപ്പോൾ പിന്നെ നിന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹി അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഓഫീസിലിരിക്കുന്ന അവിടെയായിട്ട് നമ്മുടെ ഷിന്നു വന്നിട്ട് സംസാരിക്കുന്ന അവർ പറയും എൻ്റെ മുമ്പത്തെ മാരേജ് ഇതേപോലെ ആയിരുന്നു, ഡിവോഴ്സ് ആയതിനു ശേഷം എനിക്ക് ഭയങ്കര പാടായിരുന്നു അതിൽ നിന്ന് മൂവ് ഓൺ ആവാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ എന്നെ ഡിവിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ വർക്കൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. എങ്കിലും ഞാനൊരു സത്യം പറയട്ടെ, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് മൂവ് ഓൺ ആവാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫീലിങ്സ് എന്താണോ അതിനെ നല്ലതുപോലെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അടുത്ത് നിന്ന് മാറിപ്പോകത്തുള്ളൂ എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഡൂഹിക്ക് കാര്യം മനസ്സിലാവും. അവൾ അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനിൻ്റെ കോൾ വരും. അവനാണെങ്കിൽ നമ്മുടെ ഡൂഹിനെ വിളിച്ചിട്ട് ചോദിക്കും നമുക്ക് രണ്ടുപേർക്കും ഡിന്നർ കഴിക്കാൻ പോയാലോ എന്ന്. ഉടനെ നമ്മുടെ ഡൂഹി പറയും ഞാൻ ഓൾറെഡി ഡിന്നർ കഴിച്ചു, ഞാൻ എൻ്റെ വീട്ടിലാണ് എന്ന്. സത്യം പറഞ്ഞാൽ ചാനാണെങ്കിൽ നമ്മളുടെ ഡൂഹിയുടെ ഓഫീസില്ലേ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നിന്നിട്ട് തന്നെ കോൾ ചെയ്യുന്നത്. അവനാണെങ്കിൽ ഇപ്പോൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക, നമ്മുടെ ഡൂഹി ആണെങ്കിൽ അവളുടെ ഓഫീസിലായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചാനിന് മനസ്സിലാവും അവൾക്കാണെങ്കിൽ ഇപ്പോൾ ആഹാരം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവൻ അവളെ വലിയതായിട്ട് ഫോഴ്സ് ഒന്നും ചെയ്യാണ്ട് അവിടെ നിന്ന് അങ്ങ് പോവും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഷിന്നില്ലേ അവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ മിസ്റ്റർ പാർക്കാണെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അതും പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. ഇവനിങ്ങനെ കാത്തു നിൽക്കുന്ന കാണുന്ന നമ്മുടെ ഷിന്ന് ഭയങ്കര ഇമോഷണലാവും. അവർ വന്നിട്ട് പറയും നീ എന്നെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ട് പോവരുത് എന്ന്. സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഭയങ്കര ഇഷ്ടത്തിലാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഡൂഹിയാണെങ്കിൽ കാറിൽ കയറിയിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ്. പെട്ടെന്ന് തന്നെ അവൾക്ക് നമ്മളുടെ ഗുവോണിൻ്റെ
ഓർമ്മ വരും. അവളാണെങ്കിൽ ജസ്റ്റ് കാറിനകത്തൊരു പാട്ട് പ്ലേ ആക്കും. അപ്പോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഗുവോൻ്റെ കൂടെ ഡാൻസ് കളിച്ചൊരു പാട്ടില്ലേ, അത് തന്നെയാണ് ഇപ്പോൾ പ്ലേ ആവുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹിക്ക് ഒത്തിരി കൂടി അവനെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങും. അവളാണെങ്കിൽ നല്ലതുപോലെ കരയും. അവൾക്കാണെങ്കിൽ അന്ന് ഡാൻസ് കളിച്ച ഓരോരോ സീനൊക്കെ ഓർമ്മ വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഫൗണ്ടേഷനിലായിട്ട് വരും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുവോണിൻ്റെ ആ ഡീമൻ എന്ന് പറയുന്ന ബുക്കില്ലേ, അതൊന്നെടുത്ത് വായിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. അവൻ എവിടെ പോയതാന്ന് അറിയണമല്ലോ. നമ്മുടെ ഡൂഹി ആണെങ്കിൽ ആ ബുക്ക് കാണുന്നേ ഭയങ്കര ഇമോഷണൽ ആവും. അവളാണെങ്കിൽ നല്ലതുപോലെ കരയാൻ തുടങ്ങും. അവളാണെങ്കിൽ ആ ബുക്ക് തുറന്നു നോക്കുന്നേയും അതിനകത്തായിട്ട് നമ്മുടെ ഗുവോൺ ഉണ്ടല്ലോ, അവൻ്റെയും ഡൂഹിയുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുന്നേ നമ്മുടെ ഡൂഹി ഭയങ്കരമായിട്ടും കിടന്ന് കരയും. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മുടെ മിസ്റ്റർ പാർക്ക് വരും. അയാൾ വന്നിട്ട് ചോദിക്കും, നിങ്ങളിവിടെ എന്തെടുക്കുവാ എന്ന്. ഉടനെ തന്നെ നമ്മുടെ ഡൂഹി പറയും, എനിക്കാണെങ്കിൽ ഗുവോണിനെ കണ്ടേ പറ്റത്തുള്ളൂ, ഞാൻ അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവനോട് എനിക്ക് താങ്ക് യുവോ അല്ലെങ്കിൽ സോറിയോ ഒന്നും തന്നെ പറയാൻ പറ്റിയില്ല. അവൻ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത് തന്നെ ഞാൻ കാരണമാണ്, ഞാനാണ് എല്ലാത്തിനും ഉത്തരവാദി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഡൂഹി ആണെങ്കിൽ സ്വന്തമായിട്ടിരുന്ന് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ മിസ്റ്റർ പാർക്ക് പറയും, നിങ്ങൾ അങ്ങനെയൊന്നും കരഞ്ഞിട്ട് യാതൊരു ബലവും ഇല്ല. നിങ്ങൾക്ക് എന്തിൻ്റെയൊക്കെയാണോ ആൻസർ കിട്ടേണ്ടത് അതിനുള്ള എല്ലാ ഉത്തരവും കിട്ടും. ഗുവോൺ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതിൻ്റെയും ആൻസർ നിങ്ങൾക്ക് കിട്ടുമെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഡൂഹിയുടെ കയ്യിലായിട്ട് മിസ്റ്റർ പാർക്ക് ആണെങ്കിൽ ഗുവോണിൻ്റെ ആ നെക്ലസ് ഉണ്ടല്ലോ, അതായത് കുരിശിൻ്റെ മാല, അതെടുത്തങ്ങ് കൊടുക്കും. എന്നിട്ട് പറയും, ഈ മാല നിങ്ങൾ വെച്ചോ, എന്തായിരുന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എല്ലാം കിട്ടും, ഇത് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മാത്രം മതി എന്നും പറഞ്ഞിട്ട് നമ്മുടെ മിസ്റ്റർ പാർക്ക് അവിടെ എന്നങ്ങ് പോവും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഡൂഹി ആണെങ്കിൽ വന്നിട്ടേ അവളുടെ വീട്ടിൽ ഈ മാലയും കഴുത്തിലിട്ടിട്ട് കിടന്ന് ഉറങ്ങുന്നയാ. അവൾ ഉറങ്ങുന്നതും പെട്ടെന്ന് തന്നെ അവൾക്ക് പഴയ ജന്മത്തിൽ എന്തൊക്കെയാണോ നടന്നത് അതെല്ലാം സ്വപ്നത്തിൽ വരാനായിട്ട് തുടങ്ങും. അവൾക്ക് മനസ്സിലാവും നമ്മളുടെ ഗുവോൺ ആണെങ്കിൽ ആദ്യമേ സ്നേഹിച്ചിരുന്നത് വേറെ ആരെയല്ല അവളെ തന്നെയാണ് എന്ന്. അവളുടെ ഫുൾ ലൈഫ് അറിയുന്നതും നമ്മുടെ ഡൂഹി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഞെട്ടി അങ്ങ് എഴുന്നേക്കും. അവൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അവൾ നല്ലതുപോലെ കരയും. എന്നിട്ട് പറയും, അപ്പോൾ ഗുവോൺ സ്നേഹിച്ചിരുന്നത് എന്നെ തന്നെ ആയിരുന്നു അല്ലേ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഗുവോണിനെ നല്ലതുപോലെ മിസ് ചെയ്യും. അവൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഗുവോൺ ഏത് സ്ഥലത്തായിരിക്കും ഉണ്ടായിരിക്കുക എന്ന്. അവൾ അങ്ങനെ വേഗം തന്നെ കാറിൽ കയറിയിട്ട് ആ സ്ഥലത്തോട്ട് പോകാനായിട്ട് ഒരുങ്ങും. എന്നാൽ ആ കാറിലായിട്ട് നമ്മുടെ മേഡം ജുൻ്റെ മോനില്ലേ അവനുണ്ടായിരുന്നു. അവനാണെങ്കിൽ നമ്മുടെ ഡൂഹിയുടെ മുഖത്തായിട്ട് എന്തോ മയക്കുന്ന മരുന്ന് വെച്ചിട്ട് അവളെ അങ്ങ് മയക്കി കിടത്തും. എന്നിട്ട് അവനാണെങ്കിൽ വേഗം തന്നെ അവളെ ഒരു ഗോഡൗണിലായിട്ട് കൊണ്ടുവരും. അവിടെയായിട്ട് നമ്മുടെ ഡൂഹിയുടെ കൈയൊക്കെ കെട്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കിടത്തിയേക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹിക്ക് ബോധം വരുന്നതും നമ്മളുടെ ഈ മേഡം ജുൻ്റെ മോൻ വന്നിട്ട് പറയും, നോക്കിയാണേ നീ കാരണം എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ റെപ്യൂട്ടേഷൻ പോയി, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വെച്ചേക്കത്തില്ല. അല്ല നിനക്ക് എൻ്റെ പുതിയ ലുക്ക് ഇഷ്ടപ്പെട്ടോ? ഞാനാണെങ്കിൽ നിന്നെയും ആ പന്ന ഡെമണിനെയും കാരണമാണ് എൻ്റെ മുഖം ഇങ്ങനെ ആക്കി മാറ്റിയത്. അന്ന് ഞാൻ ആ ടെറസിൻ്റെ മുകളിൽ നിന്ന് വീണപ്പോൾ ഞാനാണെങ്കിൽ രക്ഷപ്പെട്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഞാനാണെങ്കിൽ എൻ്റെ മുഖം സ്വന്തമായിട്ടാണ് പൊള്ളിച്ചത്. എന്താണെന്ന് വെച്ചാൽ ആ ഡീമൻ എന്നെ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഈ മേഡം ജുൻ്റെ മോനുണ്ടല്ലോ അവനാണെങ്കിൽ ഡൂഹിയുടെ അടുത്തായിട്ട് വന്നിട്ട് അവളെ നല്ലതുപോലെ ടോർച്ചർ ചെയ്യാൻ ഒരുങ്ങും. എന്നിട്ട് അവളുടെ കാലിലായിട്ടൊരു കത്തി അങ്ങ് കുത്തിയിറക്കും. എന്നിട്ട് പറയും, ഞാൻ നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലു എന്ന്. ഇവനാണെങ്കിൽ നമ്മളുടെ ഡൂഹിനെ നല്ലതുപോലെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കറക്റ്റായിട്ട് നമ്മളുടെ ഗുവോൺ അവിടേക്ക് വരും. അവനാണെങ്കിൽ ഇപ്പോൾ നല്ല ദേഷ്യത്തിലായിരുന്നു. അവൻ വേഗം തന്നെ നമ്മളുടെ ഈ മേഡം ജുൻ്റെ മോനെ അവിടെ നിന്ന് വലിച്ചങ്ങേറിയും. അവനാണെങ്കിൽ ഒരു ഭിത്തിയിലിടിച്ചിട്ട് താഴെ വന്ന് വീഴും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അവൻ്റെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് അവൻ്റെ മുകളിലായിട്ട് ഒരു പാറക്കല്ല് എടുത്തിടാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഗുവോൻ്റെ അടുത്ത് പറയും, നീ അവനെ കൊല്ലരുത്, കൊന്നു കഴിഞ്ഞാൽ നീ തന്നെയായിരിക്കും നശിച്ചു പോവുക എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോന് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ എന്താണോ തീരുമാനിച്ചത് അതുമായിട്ട് തന്നെ മുമ്പോട്ട് പോകാനാണ് ഒരുങ്ങുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹി ആണെങ്കിൽ അവൻ്റെ മുമ്പിലായിട്ട് വന്നു നിന്നിട്ട് അവനെ ഇങ്ങ് കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, വേണ്ട അവനെ കൊല്ലണ്ട, അവനെ ജീവനോടെ വെച്ചേരേ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോൺ അങ്ങ് ഭയങ്കര ശാന്തനാവും. ഉടനെ തന്നെ അവൻ പറയും, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന്. നമ്മുടെ ഡൂഹി അവൻ്റെ അടുത്ത് പറയും, ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്തു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഈ മേഡം ജുൻ്റെ മോൻ്റെ ദേഹത്തുണ്ടായിരുന്ന ആ കല്ലില്ലേ അതെടുത്ത് അങ്ങ് മാറ്റും. അങ്ങനെ ഇവർ ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേ. തൊട്ട് പുറവിനെയായിട്ട് നമ്മളുടെ മേഡം ജുൻ്റെ മോനില്ലേ അവനാണെങ്കിൽ ഒരു തോക്ക് എടുത്തുകൊണ്ട് വരുമായിരുന്നു. ഇതാണെങ്കിൽ നമ്മളുടെ ഡൂഹി കാണും. ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോണിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഒരുങ്ങുന്നതും അവൾ അതിൻ്റെ മുമ്പിലായിട്ട് കയറി അങ്ങ് നിൽക്കും. അവക്കാ അങ്ങനെ ആ ഷൂട്ട് കൊള്ളുന്നേ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹി ബോധം കെട്ടങ്ങ് വീഴും. ഉടനെ തന്നെ നമ്മുടെ ഗുവോൺ ഭയങ്കര ഷോക്കായിപ്പോവും. അവനാണെങ്കിൽ ആ ദേഷ്യത്തിൽ നമ്മുടെ ഈ മേഡം ജുൻ്റെ മോനെ വലിച്ചങ്ങ് എറിയും. കൂട്ടത്തിൽ തന്നെ അവൻ പറയും, നിനക്ക് എന്നെ ഇങ്ങനെ വിട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് നിലവിളിക്കും. ഉടനെ തന്നെ അവനാണെങ്കിൽ ദൈവത്തിനടുത്ത് പറയും, എനിക്കിവളെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ, എനിക്കതിനുള്ള ശക്തി തരണേ ദൈവമേ എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഡൂഹിക്ക്
ഡൂഹിക്ക് ഒരു കിസ് കൊടുക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹിക്കാണെങ്കിൽ ജീവനും വെക്കും. അവൾ കണ്ണു തുറക്കും. ഉടനെ അവൾ ചോദിക്കും, നീ ഇപ്പം എന്തുവാ ചെയ്തത്? നീയാണോ എന്നെ രക്ഷിച്ചത്? ഉടനെ ഗുവോൺ പറയും, ഞാനിപ്പോൾ നിന്നെയല്ല രക്ഷിച്ചത്, ഞാൻ എന്നെ തന്നെയാണ് രക്ഷിച്ചത്. ഒരിക്കൽ കൂടി എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഇമോഷണലാവും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഗുവോണിൻ്റെ ദേഹവും കത്തിയെരിഞ്ഞ് പോവാനായിട്ട് തുടങ്ങും. അതായത് നമ്മുടെ ഗോബിളിനകത്ത് എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് സെയിം അതേപോലെ. ഇത് കാണുന്നേ നമ്മുടെ ഡൂഹി ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങും. അവളാണെങ്കിൽ നമ്മുടെ ഗുവോണിൻ്റെ അടുത്ത് പറയും, ഞാൻ നീ ഇല്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന, എനിക്ക് നീ ഇല്ലാത്തൊരു ലോകത്തിനെ പറ്റി സങ്കല്പിക്കാൻ കൂടി പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവള് ഭയങ്കരമായിട്ടും കരയും. നമ്മുടെ ഗുവോണും ആണെങ്കിൽ നല്ല വിഷമത്തിലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ലോകത്ത് നിന്ന് മാഞ്ഞങ്ങ് പോവും. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ റിങ് ഇല്ലേ, അതാണെങ്കിൽ താഴേക്ക് വന്ന് വീഴും. നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഭയങ്കരമായിട്ടും കിടന്ന് കരയും. അവളാണെങ്കിൽ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറയും, എനിക്ക് നീ ഇല്ലാത്തൊരു ലോകത്ത് ജീവിക്കണ്ട എന്ന്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡീമൻ ആണെങ്കിൽ വേറൊരു മനുഷ്യനും ജീവൻ കൊടുക്കാനോ ജീവൻ എടുക്കാനോ ഉള്ള യാതൊരു അധികാരവും ഇല്ല. ഇവിടെ നമ്മുടെ ഗുവോൺ എന്താ ചെയ്തത്? നമ്മുടെ ഡൂഹിക്ക് ജീവൻ കൊടുക്കുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അവനിപ്പോൾ ഈ ലോകത്തുനിന്ന് തന്നെ ഇല്ലാണ്ടായത്. സത്യം പറഞ്ഞാൽ ഈ ന്യൂസ് അറിയുന്നത് നമ്മുടെ മിസ്റ്റർ പാർക്കും അതേപോലെ തന്നെ നമ്മളുടെ യൂനയും ഒക്കെ ഭയങ്കരമായിട്ട് വിഷമിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ നമ്മുടെ ആ തൊപ്പി വെച്ച ലേഡിയില്ലേ, അവർക്കും ഭയങ്കര സങ്കടവും. അവരാണെങ്കിൽ അവിടെ ആ ക്ലോക്കിൻ്റെ മുമ്പിലായിട്ട് നിന്നിട്ട് പറയും, അവസാനം നീ നിന്നെ ചൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഡൂഹിനെയാണല്ലേ ചൂസ് ചെയ്തത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഡൂഹിയാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ട് ഒരുമാതിരി ഇരിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തായിട്ട് നമ്മുടെ ചാൻ വരും. അവൻ വന്നിട്ട് ചോദിക്കും, നീ എന്ത് പറ്റി ഇങ്ങനെ ഇരിക്കുന്നത്, എന്താ സംഭവിച്ചതെന്ന്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചാൻ പറയും, ഇപ്പം മേഡം ജൂൻ്റെ മോനെയാണെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവനിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് എന്ന്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഡൂഹിക്കാണെങ്കിൽ ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അവളിപ്പോൾ ഭയങ്കര ഒരു ഡിപ്രഷൻ മൂഡിലോട്ട് പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഡൂഹിയാണെങ്കിൽ അവളുടെ വീട്ടിൽ വന്നിട്ട് അവളുടെ ആ ബാത്തബിലായിട്ട് മുങ്ങിക്കിടക്കുന്നതാണ്. അവക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അവളെ അങ്ങ് പണീഷ് ചെയ്താൽ മതി. പുറത്തായിട്ട് നമ്മുടെ ചാനും അതേപോലെ തന്നെ ഷിന്നും ഒക്കെ വന്നിട്ട് നല്ലതുപോലെ ഉറക്കെ വിളിക്കും. അതായത് നമ്മുടെ ഡൂഹി ആണെങ്കിൽ വേഗം വന്ന് ഡോർ തുറക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മുടെ ഡൂഹി വാതിൽ തുറക്കത്തില്ല. അവസാനം നമ്മുടെ ചാനാണെങ്കിൽ ആ വാതിൽ കുത്തിപ്പൊളിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ ഒരുങ്ങുന്നത്. പെട്ടെന്ന് തന്നെ അവൾ അവിടേക്ക് വന്ന് വാതിൽ തുറക്കും. നമ്മുടെ ഡൂഹി ആകെപ്പാടെ നനഞ്ഞ് കുതിർത്തിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ ചാൻ വന്നിട്ട് പറയും, നീ എന്ത് പണിയായി കാണിച്ചു വെച്ചേക്കുന്നത്, ഇങ്ങനെ പോവുകയാണെങ്കിൽ നീ ഉടനെ തന്നെ മരിച്ചു പോവുമല്ലോ എന്ന്. ഉടനെ തന്നെ നമ്മളുടെ ഡൂഹി പറയും, എനിക്ക് അങ്ങനെ ഇങ്ങനെ മരിച്ചു പോകാനൊന്നും പറ്റത്തില്ല, എനിക്കാണെങ്കിൽ ശിക്ഷ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ കാരണമാണ് എൻ്റെ ഗുവോൺ ഈ ലോകത്തു നിന്ന് തന്നെ ഇല്ലാണ്ടായത്. എന്നെ രക്ഷിച്ചതിൻ്റെ പേരിലാണ് അവനിപ്പോൾ ഈ ശിക്ഷ അനുഭവിക്കുന്നത്. എനിക്കാണെങ്കിൽ അതിൻ്റെ പണിഷ്മെൻറ്റ് കിട്ടിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡൂഹി ഒരുമാതിരി സംസാരിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ചാനിനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് നല്ല പേടിയാവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനും ഷിന്നും കൂടി ചേർന്നിട്ട് നമ്മുടെ ഡൂഹിനെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കും. കാര്യം നമ്മുടെ ഡൂഹിയുടെ അവസ്ഥ അത്രയ്ക്കും മോശമായിക്കൊണ്ടിരിക്കുക. അവിടെയായിട്ട് നമ്മുടെ ചാനാണെങ്കിൽ ഈ ഷിന്നിൻ്റെ അടുത്ത് പറയും, സത്യത്തിൽ ഞാൻ ഈ ഡൂഹിനെ ഇങ്ങനൊരു അവസ്ഥയിൽ 2 തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ അവളുടെ പേരൻസ് മരിച്ച സമയത്ത്, പിന്നീട് ഇപ്പോഴാണ് ഞാൻ അവളെ ഈ ഒരു കോലത്തിൽ കാണുന്നത്. അതെങ്കൂണ് അവളുടെ അടുത്ത് നിന്ന് പോയതിന് ശേഷം അവൾക്കിത് താങ്ങാൻ പറ്റുമെന്ന് കൂടി എനിക്കറിയത്തില്ല എന്ന് പറയും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അവളാണെങ്കിൽ കണ്ണു തുറന്ന് നോക്കുന്നതും അവൾക്ക് ചുറ്റിനുമായിട്ട് ക്രിസ്മസിൻ്റെ പാട്ട് പ്ലേ ആവുന്നത് കേൾക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹി ആണെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അവൾ അവിടെ എല്ലാം നോക്കും. എന്നിട്ടാണെങ്കിൽ അവൾ വിചാരിക്കും, ഇവിടെ എങ്ങാനും ഇനി ഗുവോൺ വന്നിട്ടുണ്ടെങ്കിലോ എന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഗുവോണിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ അവൾ ഇട്ടിരുന്ന ഒരു ഡ്രസ്സില്ലേ, അവളുടെ ഫേവറേറ്റ് ഡ്രസ്സ്, അതൊക്കെ ഇട്ടിട്ട് അവനെ കാണാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും അന്നൊരു കടലിൽ നിന്ന് പുറത്തോട്ടിറങ്ങി വന്നില്ലായിരുന്നോ, അവിടെയായിട്ട് വന്ന് നിൽക്കുന്നതാണ്. എന്നിട്ട് അവൾ അവിടെ വന്നിട്ട് പറയും, ഗുവോൺ മെരി ക്രിസ്മസ്, നീ ഇപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുവാണെന്നാണ് ഞാനിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ വർഷത്തെ ക്രിസ്മസ് നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ നീയുമായിട്ടൊരു ഡീലടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ എൻ്റെ മുമ്പിലോട്ട് വന്നേ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണ് എന്ന് നമ്മുടെ ഡൂഹി ഇങ്ങനെ പറയും. ഇത് കേൾക്കുന്നത് നമ്മുടെ ആ തൊപ്പി വെച്ച ലേഡിയില്ലേ, അവരാണെങ്കിൽ നല്ലതുപോലെ ഒന്ന് ആലോചിക്കും. എന്നിട്ട് അവരവരുടെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ഗുവോണും ഡൂഹിയും ആദ്യമേ കണ്ടുമുട്ടിയപ്പോൾ കുറച്ച് തിരമാലയൊക്കെ വന്നിട്ട് അവിടെ നല്ലതുപോലെ സ്റ്റില്ലായിട്ട് നിന്നില്ലേ, അതേപോലൊരു സീനറി തന്നെ ക്രിയേറ്റ് ആവും. പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു സീനും കാണിക്കും. നമ്മുടെ ഗുവോൺ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ വാച്ചസ് ഇല്ലേ, അതായത് ആ ഫൗണ്ടേഷനിലുണ്ടായിരുന്ന വാച്ചസ്, അതെല്ലാം സ്റ്റോപ്പായിരുന്നു. ഇപ്പം അതെല്ലാം ചലിക്കാനും തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹി ആണെങ്കിൽ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എന്താ അവളുടെ മുമ്പിലായിട്ട് നമ്മുടെ ഗുവോൺ ഇങ്ങനെ വന്ന് നിൽക്കുക. ഇത് കാണുന്നത് നമ്മുടെ ഡൂഹിക്കാണെങ്കിൽ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല.
അവൾ ആലോചിക്കും ഞാനിപ്പോൾ കാണുന്നത് സ്വപ്നമാണോ അതോ ഞാനിനി മരിച്ചു പോയോ എന്ന്. അവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോൺ പറയും ഞാൻ യഥാർത്ഥത്തിൽ തന്നെയാണ്, നീ സ്വപ്നം കാണുകയല്ല, അതേപോലെ തന്നെ നീ മരിച്ചിട്ടുമില്ല. ഉടനെ തന്നെ നമ്മുടെ ഡൂഹി അവനെ വന്ന് കെട്ടിപ്പിടിക്കും. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവും. അവളവിടെ പറയും നീ ഇല്ലാത്തൊരു രോഗം എന്നെ സംബന്ധിച്ചൊരു നരകത്തെ പോലെ ആയിരുന്നു. അപ്പം നമ്മുടെ ഗുവോൺ പറയും എനിക്കും അതേപോലെ തന്നെ ആയിരുന്നു, നീ ഇല്ലാതെ എനിക്കും ഈ ലോകത്തിൽ ജീവിക്കണമെന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും ഇനി ഹാപ്പി ആയിട്ടിരിക്കാമെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗുവോണും അതേപോലെ തന്നെ ഡൂഹിയും കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് കട്ടിൽ കിടക്കുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഡൂഹി പറയും ഞാനാണെങ്കിൽ ഒരുപാട് വിഷമിച്ചു പോയായിരുന്നു, നീ ഇനി ഒരിക്കലും എൻ്റെ അടുത്തേക്ക് തിരിച്ച് വരത്തില്ല എന്നും വെച്ചിട്ട് എനിക്കെൻ്റെ കൺട്രോൾ തന്നെ പോയി, എനിക്കൊരു കാര്യങ്ങളും മാനേജ് ചെയ്യാൻ കൂടി പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും ഇപ്പം ഞാൻ വന്നില്ലേ, ഇനിയിപ്പോൾ നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട എന്ന്. നമ്മുടെ ഡൂഹി ആണെങ്കിൽ അവളുടെ കയ്യിൽ കിടക്കുന്ന ആ ഒരു റിങ് ഉണ്ടല്ലോ അതെടുത്ത് നമ്മുടെ ഗുവോണിൻ്റെ കയ്യിലായിട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് പറയും ഇനി നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗുവോൺ ആണെങ്കിൽ നേരെ തന്നെ ആ തൊപ്പി വെച്ച ലേഡീനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നയാ. അവിടെ നമ്മുടെ ഗുവോൺ വന്നിട്ട് പറയും എന്നാലും നിങ്ങൾ എന്നെ രക്ഷിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ കൂടി വിചാരിച്ചില്ല, എങ്കിലും നിങ്ങൾ എന്നെ എന്തിൻ്റെ പേരിലാണ് തിരിച്ച് ഈ ഭൂമിയിലോട്ട് വീണ്ടും കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ ആ തൊപ്പി വെച്ച ലേഡി പറയും അത് നമുക്കിടയിൽ ഒരു ഡീലിംഗ് ഉണ്ടായിരുന്നല്ലോ, ആ ഡീലിങ്ങിൻ്റെ പേര് തന്നെയാണ് ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ആ ഡീലിങ്ങിനെ പറ്റി നല്ലതുപോലെ മറന്നിരിക്കുകയാണോ. അവൻ ചോദിക്കും ഏത് ഡീലിങ്ങിനെ പറ്റിയാണ് നിങ്ങളീ പറയുന്നത്, എന്നെ ഇനി നരകത്തിലോട്ട് പറഞ്ഞു വിടണമെന്നുള്ള വല്ല ഡീലിങ്ങും ആണോ. അപ്പം നമ്മുടെ ആ തൊപ്പി വെച്ച ലേഡി പറയും അതൊന്നും അല്ല, നീ ഒരിക്കൽ പറഞ്ഞില്ലായിരുന്നോ ഡൂഹി മരിക്കാതെ തന്നെ അവളുടെ കയ്യിലുള്ള ടാറ്റു നീ നിന്റെ കയ്യിലോട്ട് ആക്കുക എന്ന്. ആ ഒരു കാര്യത്തിൽ ഞാൻ തോറ്റുപോയില്ലേ, അതിൻ്റെ പേരിലാണ് ഞാനാണെങ്കിൽ നിന്റെ ഒരു വിഷ് കംപ്ലീറ്റ് ആക്കാമെന്ന് ആലോചിച്ചത്. എനിക്ക് നന്നായിട്ടറിയാം നിന്റെ വിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡൂഹിയുടെ കൂടെ ഒരുമിച്ച് ജീവിക്കണം എന്നായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ വീണ്ടും തിരിച്ച് ഈ ഭൂമിയിലോട്ട് കൊണ്ടുവന്നത് എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോണിന് നല്ല സന്തോഷം. അവൻ പറയും എന്തൊക്കെയായിരുന്നാലും നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്, നിങ്ങൾ എന്നെ നല്ലതുപോലെ തന്നെ സഹായിച്ചു, ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗുവോണിന് ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് അവൻ നേരെ വരുന്നത് ആ ഫൗണ്ടേഷനിലാണ്. അവിടെ വന്നിട്ട് അവൻ്റെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മളുടെ മിസ്റ്റർ പാർക്ക് അതിലേ വന്നിട്ട് ഇവനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഓടി അങ്ങ് വരും. ഉടനെ തന്നെ നമ്മുടെ ഗുവോൺ എന്ത് ചെയ്യുന്നറിയാവോ, ഇയാൾക്ക് കെട്ടിപ്പിടിക്കാനുള്ള അവസരം കൊടുക്കാണ്ട് അങ്ങ് തലയങ്ങ് മാറ്റിക്കളയും. ഉടനെ തന്നെ നമ്മുടെ മിസ്റ്റർ പാർക്ക് വന്നിട്ട് ചോദിക്കും നിങ്ങൾ എന്താ എന്നെ കെട്ടിപ്പിടിക്കാൻ സമ്മതിക്കാത്തേ എന്ന്. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും നിങ്ങൾ ഇങ്ങനെയൊക്കെ കെട്ടിപ്പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ നിന്ന് തരും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ യൂനയും വരും. മിസ്റ്റർ പാർക്കും അതേപോലെ തന്നെ യൂനയും കൂടി ഒരുമിച്ച് നമ്മുടെ ഗുവോണിനെ കയറി അങ്ങ് കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി എന്ന്. ഉടനെ തന്നെ നമ്മുടെ ഗുവോൺ ചോദിക്കും നിങ്ങൾ എന്തോ എന്നെ പറ്റി വിചാരിച്ചത്, അല്ല നിങ്ങൾ മറന്നുപോയോ ഞാനൊരു ഡീമനാണ് എന്നുള്ളത്, ഞാൻ എങ്ങനെ മരിച്ചു പോകാനാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഭയങ്കര കൂളായിട്ട് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസമാണെങ്കിൽ നമ്മുടെ ഗുവോണില്ലേ ഡൂഹിക്ക് വേണ്ടിയിട്ട് അവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കുന്നതാണ്. അപ്പം നമ്മുടെ ഡൂഹി വന്നിട്ട് ഇവനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കും അല്ല നീ ഇവിടെ എന്തെടുക്കുക, ക്രിസ്മസ് ട്രീ തയ്യാറാക്കുന്നു, ക്രിസ്മസ് ഒക്കെ അതിന് കഴിഞ്ഞില്ലേ. അപ്പം നമ്മുടെ ഗുവോൺ പറയും അതിന് നമ്മളുടെ ക്രിസ്മസ് സ്റ്റാർട്ടായിട്ടല്ലേ ഉള്ളൂ, നമുക്ക് രണ്ടുപേർക്കും ഇനി നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരോട് ചേർന്നിട്ട് സ്റ്റാറൊക്കെ ആ മരത്തിനകത്ത് ഇങ്ങനെ വെച്ച് പിടിപ്പിക്കും. ഉടനെ തന്നെ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഗുവോണിൻ്റെ അടുത്ത് ചോദിക്കും എനിക്കാണെങ്കിൽ ഒരു സംശയം ഉണ്ടായിരുന്നു, അല്ല എൻ്റെ അച്ഛൻ നിന്നോട് എന്ത് തരത്തിലുള്ള വരവാണ് ചോദിച്ചത്, എന്തിൻ്റെ പേരിലാണ് അച്ഛൻ്റെ 10 വർഷത്തേക്കുള്ള ഡീലടിച്ചത് എന്ന് ചോദിക്കും. ഉടനെ തന്നെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ കഥ പറയാനായിട്ട് തുടങ്ങും. സത്യത്തിൽ നമ്മളുടെ ഡൂഹിയുടെ അച്ഛനും അമ്മയും കൂടി ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ പോവുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഡൂഹിയുടെ അമ്മയുടെ വയറ്റിലായിട്ട് ഡൂഹിയും ഉണ്ട്. ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിയിൽ വെച്ചിട്ട് തന്നെ ആംബുലൻസിന് ഒരു ആക്സിഡൻ്റ് ആവും. അങ്ങനെ ആക്സിഡൻ്റ് ആയ ഉടനെ തന്നെ നമ്മുടെ ഡൂഹിയുടെ അച്ഛനാണെങ്കിൽ ഡൂഹിയുടെ അമ്മേനെയും കൊണ്ടിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് വരും. അപ്പോഴാണ് അവരറിയുന്നത് അതായത് ആ ഹോസ്പിറ്റലെല്ലാം ഫുള്ളാണ് എന്ന്. അങ്ങനെ നമ്മുടെ ഡൂഹിയുടെ അച്ഛൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതും രണ്ടുപേരോടെ അവിടെ നിന്ന് മറിഞ്ഞ് ഉരുണ്ടങ്ങ് വീഴും. നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് കറക്റ്റായിട്ട് നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡൂഹിയുടെ അച്ഛൻ്റെ മുമ്പിലായിട്ട് വന്ന് പെടുന്നത്. അങ്ങനെ നമ്മുടെ ഡൂഹിയുടെ അച്ഛനാണെങ്കിൽ ഗുവോണിൻ്റെ അടുത്ത് വരം ചോദിക്കും. എന്നിട്ട് പറയും എൻ്റെ ഭാര്യനെയും കുഞ്ഞിനെയും എങ്ങനെയെങ്കിലും രക്ഷിക്കുമോ എന്ന്. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും ഒന്നും ഫ്രീ ആയിട്ട് ലഭിക്കത്തില്ല, നിങ്ങളാണെങ്കിൽ അതിനുള്ള ബലം തന്നേ പറ്റത്തുള്ളൂ, എന്നാൽ മാത്രമേ ഞാനാണെങ്കിൽ നിങ്ങളെ സഹായിക്കത്തുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹിയുടെ അച്ഛനാണെങ്കിൽ അതിന് ഓക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആവും. ഉടനെ തന്നെ നമ്മുടെ ഗുവോൺ പറയും നീ എന്നോട്
എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണമാണ് നീ ഇത്രയും സഫർ ചെയ്തത് എന്ന്. ഉടനെ തന്നെ നമ്മുടെ ഡൂഹി പറയും, ഒരിക്കലും അല്ല, നിന്നെ കാരണമാണ് എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 10 വർഷം സ്പെൻഡ് ചെയ്യാൻ തന്നെ കിട്ടിയത്. നീ അന്ന് എൻ്റെ അച്ഛനെ രക്ഷിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ജനിക്കത്ത് കൂടിയില്ലായിരുന്നു, ഞാൻ നിന്നെ കണ്ടുമുട്ടത്ത് കൂടിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ യാതൊരു സങ്കടവും ഇല്ല, സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഗുവോണിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. ഇവിടെ ഇവരുടെ കുറച്ച് നല്ല മൊമെൻറ്റ്സ് ഒക്കെ കാണിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ ഡൂഹിയും അതേപോലെ തന്നെ ഗുവോണും കൂടി നല്ല ഹാപ്പി ആയിട്ട് ഓഫീസിലായിട്ട് വരുന്നതാണ്. ഇവരെ രണ്ടുപേരെയും കാണുന്നേ ഓഫീസിലുള്ള സ്റ്റാഫുകൾക്കും ഭയങ്കര സന്തോഷം. അവരെല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഡൂഹി അവളുടെ ക്യാബിനിലായിട്ട് വന്ന് കയറുന്നേയും അവിടെയായിട്ട് നമ്മുടെ ചാനും ഉണ്ടായിരുന്നു. ഇവനാണെങ്കിൽ നമ്മുടെ ഗുവോണിനെ കാണുന്നേയും ആദ്യമേ തന്നെ അവൻ്റെ അടുത്ത് ദേഷിക്കാൻ തുടങ്ങും, നീ ഡൂഹിനെ കളഞ്ഞിട്ട് എവിടോട്ടാ പോയത് എന്ന്. എന്നാൽ തൊട്ട് പുറവേ തന്നെ അവനാണെങ്കിൽ ഭയങ്കര ഇമോഷണലും ആവാൻ തുടങ്ങും. എന്നിട്ട് പറയും, എന്നാലും നീ ആണെങ്കിൽ എന്നെയും കളഞ്ഞിട്ട് പോയല്ലോ, നീ ഇല്ലാതെ ഞാൻ എന്ത് വിഷമിച്ചു എന്നറിയാവോ എന്നും പറഞ്ഞിട്ട് ചാൻ ഭയങ്കര ഇമോഷണലായിട്ട് നമ്മുടെ ഗുവോണിനെ കയറി കെട്ടിപ്പിടിക്കും. ഗുവോണാണെങ്കിൽ നല്ലതുപോലെ ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ പറയും, നീ ഇതെന്തോ കാണിക്കുന്നോ, ഒന്ന് മാറി നിൽക്കുക, എനിക്ക് ഒരുമാതിരി വരുന്നു എന്നും പറഞ്ഞിട്ട് അവനെ പിടിച്ച് മാറ്റാനായിട്ട് ഒരുങ്ങും. എന്നാൽ നമ്മുടെ ചാനാണെങ്കിൽ വിടുന്ന ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ ഗുവോൺ പറയും, നോക്ക് ഡൂഹി, ഇവൻ്റെ ചെവി എൻ്റെ ചെവിയിൽ തട്ടുന്നു, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ കിടന്ന് ബഹളം വയ്ക്കും. എന്നാൽ ഇതൊക്കെ കാണുന്നേ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഭയങ്കരമായിട്ടിരുന്ന് ചിരിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മേഡം ജൂൻ്റെ മോളെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ അറിഞ്ഞായിരുന്നു, അതായത് ഇപ്പോൾ കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സ് എല്ലാം നമ്മുടെ ഡൂഹിയുടെ പുറകെയായെന്ന്. ഇതറിയുന്നതും അവർ ഭയങ്കര ഷോക്ക്ഡ് ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവർ നേരെ നമ്മുടെ ഡൂഹിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവളെ മീറ്റ് ചെയ്യുന്നതും ഇവർ ഭയങ്കര റൂഡായിട്ട് സംസാരിക്കാൻ ഒരുങ്ങുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഡൂഹിയും അങ്ങനെ തന്നെ വിചാരിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മേഡം ജൂൻ്റെ മോളാണെങ്കിൽ ഡൂഹിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയും, ഡൂഹി, ഞാൻ നിന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് നീ ക്ഷമിക്കണം, ഞാനതൊക്കെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്, എന്നോട് നീ ഗ്രഡ്ജസ് ഒന്നും വയ്ക്കരുത്. എൻ്റെ 2 മക്കളെ കണ്ടില്ലേ, അവരിൽ ഒരാൾ നിൻ്റെ വലത്തേ സൈഡിലും ഒരാൾ നിൻ്റെ ഇടത്തേ സൈഡിലും നിന്ന് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്, നീ അതുകൊണ്ട് ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ മേഡം ജൂൻ്റെ മോളാണെങ്കിൽ ഡൂഹിനെ നല്ലതുപോലെ സോപ്പിടാൻ തുടങ്ങും. എന്നാൽ നമ്മുടെ ഡൂഹി വീഴുന്ന ടൈപ്പാണോ, അവൾ വേഗം തന്നെ നമ്മളുടെ ഈ മേഡം ജൂൻ്റെ മോളെ അവിടെ നിന്ന് പിടിച്ച് പുറത്തങ്ങാക്കും. എന്നിട്ട് പറയും, എൻ്റെ അടുത്തുനിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഡൂഹി ആണെങ്കിൽ നേരെ നമ്മുടെ ഈ മേഡം ജൂൻ്റെ മോനിലെ അവനെ കാണാൻ വേണ്ടിയിട്ട് ജയിലിലായിട്ട് വരുന്നയാ. നമ്മുടെ മേഡം ജൂൻ്റെ മോനായിരുന്നാലും നമ്മുടെ ഈ ഡൂഹിനെ കാണുന്നേ ഭയങ്കര സന്തോഷമാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിപ്പോൾ സഫർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഡൂഹിയും സഫർ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഇവളെ നോക്കി ചിരിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, നീ സന്തോഷിക്കൊന്നും വേണ്ട, നീ വിചാരിച്ചതുപോലെ തന്നെ എൻ്റെ ലൈഫ് അത്ര മോശമായിട്ടൊന്നുമില്ല, ഗോ ഓൺ തിരിച്ചു വന്നു, അവനിപ്പോൾ എൻ്റെ ലൈഫിലുണ്ട്. ഇത് കേൾക്കുന്നേ നമ്മുടെ മേഡം ജൂൻ്റെ മോൻ പറയും, പിന്നെ നീ ഒരുപാട് കള്ളത്തരം പറയുകയൊന്നും വേണ്ട, എനിക്ക് നന്നായിട്ടറിയാം അവൻ ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, നിനക്കെൻ്റെ മുഖം കണ്ടിട്ട് അങ്ങനെയാണോ തോന്നുന്നത്, ഗോൺ ഇപ്പോൾ തിരിച്ചു വന്നില്ലായിരുന്നു എങ്കിൽ ഞാനിപ്പോൾ സങ്കടപ്പെട്ടിരിക്കേണ്ടതല്ലേ, ഞാനാണെങ്കിൽ ഇപ്പോൾ നല്ല ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ നീ നിൻ്റെ ലൈഫ് തന്നെയാണ് ഏറ്റവും കൂടുതൽ നശിപ്പിച്ചത്, നീ നിൻ്റെ ലൈഫ് തന്നെയാണ് ഏറ്റവും വലിയ നരകമാക്കിയതെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഡൂഹി അവിടെ നിന്നങ്ങ് പോവും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ മേഡം ജൂൻ്റെ മോന് ഭയങ്കര ദേഷ്യം വരും. അവനാണെങ്കിൽ ആ സെല്ലിനകത്ത് കിടന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങും. അവൻ അവിടെ നിന്ന് അകത്തോട്ട് പോകുന്നതും പെട്ടെന്ന് തന്നെ അവൻ അവൻ്റെ അമ്മേനെ കണ്ടതുപോലെ ഇല്യൂഷനൊക്കെ വരാൻ തുടങ്ങും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ മേഡം ജൂൻ്റെ മോൻ്റെ ലൈഫാണെങ്കിൽ ഇപ്പോൾ യഥാർത്ഥ നരകമായിട്ടാണ് മാറിയിരിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്ന മേഡം ജൂൻ്റെ ആ മരുമോളെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ നല്ല സങ്കടത്തിലായിരുന്നു. അവർക്ക് അവരുടെ മോനെ നല്ലതുപോലെ മിസ്സും ചെയ്യുന്നുണ്ടായിരുന്നു. അവരിവിടെ കിടന്ന് പൊട്ടിക്കരയുന്നത് കാണിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ യൂനേനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ട് നിൽക്കുകയാണ്. അവളങ്ങനെ നമ്മുടെ മിസ്റ്റർ പാർക്കിൻ്റെ അടുത്ത് വന്നിട്ട് യാത്രയൊക്കെ ചോദിക്കും. അപ്പോൾ മിസ്റ്റർ പാർക്ക് പറയും, ഞാൻ നിന്നെ എല്ലാ ദിവസവും വിളിച്ച് ശല്യം ചെയ്യുമെന്ന്. അവൾ പറയും, എനിക്ക് കുറച്ച് റെസ്റ്റൊക്കെ തരണമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. അതേപോലെ തന്നെ അവിടേക്ക് നമ്മുടെ ഗുവോൺ വരും. അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് യാത്ര പറയാൻ ഒരുങ്ങും. അവിടെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അവളുടെ അടുത്ത് വയ്ക്കും, എന്താ നീ എന്നോട് യാത്ര പോലും പറയാണ്ടാണോ പോകാനായിട്ട് ഒരുങ്ങിയത് എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ നമ്മുടെ ഈ യൂനയ്ക്ക് വേണ്ടിയിട്ടൊരു കുട എടുത്തു കൊടുക്കും. എന്നിട്ട് പറയും, അവിടുത്തെ കാലാവസ്ഥയൊക്കെ ഭയങ്കര മോശമാണെന്നാണ് കേട്ടത്, അതുകൊണ്ട് നീ ഇത് വെച്ചോ. എന്നിട്ട് അവൻ പറയും, നിനക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം, എപ്പോഴും നിനക്ക് ഇവിടെ വെൽക്കം ആയിരിക്കും എന്നും പറഞ്ഞിട്ട് അവൻ അവളെ യാത്ര അയക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂനയാണെങ്കിൽ കാലിൽ യാത്ര ചെയ്ത് പോകാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അവൾക്ക് അവളുടെ പണ്ടത്തെ സ്ഥലം ഓർമ്മ വരും. അതായത് പണ്ട് അവൾ അവളുടെ അച്ഛൻ്റെ കൂടെ ജീവിച്ചിരുന്ന ആ വീട്. അങ്ങനെ നമ്മുടെ യൂനയാണെങ്കിൽ വേഗം തന്നെ അവിടോട്ട് വണ്ടി തിരിക്കാൻ പറയും. അവളങ്ങനെ ആ വീട് നോക്കി നടന്നു വരുന്ന ഒരു പെങ്കൊച്ച്
കൊച്ച് അവളെ നോക്കി ഓടി വരുന്നത് കാണും. അപ്പോൾ അവൾ ചോദിക്കും എന്ത് പറ്റി മോളെ എന്ന്. അപ്പോൾ ആ കൊച്ചു പറയും എന്നെ അച്ഛൻ അടിക്കാൻ വരുന്നു എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനയാണെങ്കിൽ ആ കൊച്ചിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവളുടെ മുമ്പിലായിട്ട് കയറി എന്നിട്ട് അങ്ങേടുത്ത് ചോദിക്കും നിങ്ങൾ എന്തിനാ ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നേ എന്ന്. അപ്പോൾ അയാൾ പറയും ഞാൻ എൻ്റെ കൊച്ചിനെ അടിച്ചൊന്നും ഇല്ലാന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളം വയ്ക്കാൻ തുടങ്ങും. ഉടനെ തന്നെ നമ്മുടെ യൂനയാണെങ്കിൽ പോലീസിനെ അറിയിച്ചിട്ട് ഈ കൊച്ചിനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലായിട്ട് വരും. ഇവളുടെ കാലിലായിട്ട് ചെരുപ്പില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ യൂനയാണെങ്കിൽ ഇവക്കൊരു ചെരുപ്പ് വാങ്ങിക്കൊടുക്കും. അപ്പോൾ ഈ കൊച്ചു ചോദിക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഏഞ്ചലാണോ എന്ന്. അപ്പോൾ നമ്മുടെ യൂനയാണെങ്കിൽ അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. എന്നിട്ടാണെങ്കിൽ ഇവളുടെ കയ്യിലായിട്ട് നമ്പർ എഴുതിയിട്ട് പറയും നിനക്ക് എന്താവശ്യം വന്നാലും എന്നെ വിളിച്ചാൽ മതി എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനയുടെ ക്യാബ് ഡ്രൈവർ ഇല്ലേ അയാൾ വന്നിട്ട് ചോദിക്കും മേഡം നിങ്ങൾക്ക് എയർപോർട്ടിൽ പോവണ്ടേ എന്ന്. അപ്പോൾ നമ്മുടെ യൂന പറയും ഇല്ല ഞാനിപ്പോൾ എയർപോർട്ടിലോട്ട് പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നേ എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനയാണെങ്കിൽ ഇപ്പോൾ ഈ നാട്ടിൽ തന്നെ നിന്നിട്ട് കൊച്ചു കുട്ടികളെയൊക്കെ സംരക്ഷിക്കുന്ന എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യാമെന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പാർക്കില്ല അയാളാണെങ്കിൽ ഓഫീസിലായിട്ട് ഹെൽമെറ്റും വെച്ചിട്ട് വരുന്നതാണ്. അത് നമ്മളുടെ ഷിന്നിനെ കാണാൻ വേണ്ടിയിട്ട്. ഷിന്നാണെങ്കിൽ ഇത് കാണുന്നേ വേഗം തന്നെ നമ്മുടെ മിസ്റ്റർ പാർക്കിനെ എല്ലാവരുടെയും മുമ്പിലായിട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ എല്ലാവരും അനൗൺസ് ചെയ്യും എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാനും മിസ്റ്റർ പാർക്കും തമ്മിൽ ഇഷ്ടത്തിലായെന്ന്. ഇത് കേൾക്കുന്നേ അവിടെ നിൽക്കുന്ന കൊളീഗ്സ് എല്ലാവരും പറയാം അതായിരുന്നു അത് ഞങ്ങൾക്ക് ആദ്യമേ തൊട്ടേ അറിയാം, എന്തായിരുന്നാലും ഇപ്പോഴെങ്കിലും പറഞ്ഞത് കാര്യമായി, ഞങ്ങൾക്ക് ഇനിയെങ്കിലും അഭിനയം നിർത്താലോ, അതായത് ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ എന്നുള്ള രീതിയിൽ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്നാണെങ്കിൽ ഭയങ്കര ഷോക്കായി പോയായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളുടെ മിസ്റ്റർ പാർക്കിനും ഭയങ്കര വിശ്വാസവും, അതായത് ഷിന്നിന് അവനെ എന്തിഷ്ടമാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അവിടെ എക്സ്പയർ ആയ ഒരാളുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് അയാളെ ഇട്ട് ഇങ്ങനെ ഓട്ടിക്കുമായിരുന്നു. അയാൾ അവസാനം നമ്മുടെ ഗുവോൻ്റെ മുമ്പിലായിട്ട് വന്ന് പെടും. അയാളോട് ഭയങ്കര സെൻറ്റിമെൻറ്റിൽ ഇറക്കാനായിട്ട് തുടങ്ങും. അതായത് എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ ഇന്ന് കഴിയും, ഞാൻ ഇന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ അമ്മേനെ നോക്കാൻ വേറെ ആരുമില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഒരു നിമിഷം അതിനകത്തൊന്ന് വീഴും. എന്നാലും പെട്ടെന്ന് തന്നെ നമ്മുടെ മിസ്റ്റർ പാർക്ക് വിളിച്ചിട്ട് പറയും അവനാണെങ്കിൽ വലിയ ഒരു തട്ടിപ്പുകാരനാണ്, അവൻ്റെ അമ്മേനെ എപ്പോഴും എടുത്തിട്ട് അടിക്കുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോണിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവൻ ആ സെക്കൻഡിൽ തന്നെ അയാളുടെ ജീവൻ അങ്ങ് എടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയായിട്ട് മീറ്റിംഗ് നടക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സും നമ്മുടെ ഡൂഹിനെ തന്നെയല്ലേ ചെയർപേഴ്സൺ ആക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തത്. എന്നാൽ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ചൂസ് ചെയ്തത് വേറെ ആരെയല്ല നമ്മുടെ ചാനിനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചാനാണെങ്കിൽ ചോദിക്കും നീ ഈ ചെയ്യുന്നത് ശരിയാണോ, എനിക്കത് ആവാനുള്ള യോഗ്യതയുണ്ടോ എന്ന്. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും പിന്നെ യോഗ്യതയില്ലാതെ നീയാണ് ഇതിനായിട്ടുള്ള കറക്റ്റ് ആൾ, നിനക്കേ ഈ കമ്പനീനെ നല്ലതുപോലെ മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. ഇത് കേട്ട ഉടനെ നമ്മളുടെ ഈ മേഡം ജുൻ്റെ മോളില്ലേ അവർ വന്നിട്ട് നമ്മുടെ ഈ ചാനിനെ ഭയങ്കരമായിട്ട് പൊക്കി പറയാൻ തുടങ്ങും. എന്നിട്ട് പറയും എൻ്റെ മൂത്തമ്മൻ നിൻ്റെ ഇടത് സൈഡിലും മറ്റവൻ വലത് സൈഡിലും നിൽക്കുക എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഡൂഹി ആണെങ്കിൽ ചിരിച്ചിട്ട് പറയും ഒരിക്കലെങ്കിലും സെൻറ്റൻസ് എങ്കിലും മാറ്റി പിടിച്ചൂടെ എന്ന്. എന്നാൽ നമ്മുടെ ചാനിനും ഭയങ്കര ചിരി വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഡൂഹി ആണെങ്കിൽ നേരെ ആ പ്രോസിക്യൂട്ടറിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അയാളാണെങ്കിൽ അവിടെ ഒരു കാര്യം റിവീലാക്കും, അതായത് മേഡം ജൂൻ്റെ കേസിൽ ഓൾറെഡി മേഡം ജൂന് ക്യാൻസർ ആയിരുന്നു എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഡൂഹി ഭയങ്കര ഷോക്കാകും. അവൾ അങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മുടെ മേഡം ജൂൻ്റെ കല്ലറയില്ലേ അവിടെയായിട്ട് വരും. എന്നിട്ട് അവരുടെ അടുത്ത് സംസാരിക്കും. അവൾ പറയും എന്നാലും മേഡം ജു ഇക്കാര്യം നിങ്ങൾക്ക് എന്നോട് പറയായിരുന്നു, അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കുറച്ചുകൂടി സ്നേഹിച്ചാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും ഞാൻ നല്ല ഹാപ്പിയാണ്, എൻ്റെ ലൈഫിൽ എന്നെ അതേപോലെ സ്നേഹിക്കുന്ന ഒരാളിനെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് നമ്മളുടെ ഡൂഹി ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അവിടെ വീട്ടിലായിട്ട് ഇങ്ങനെ ഡൂഹിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അവളാണെങ്കിൽ അവിടെ അവന് വേണ്ടിയിട്ടൊരു കേക്കുമായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഗുവോൺ ചോദിക്കും അല്ല നീ ഇതിപ്പോൾ എന്തുവാ കേക്കുമായിട്ട് വന്നേക്കുന്നത്, നമുക്ക് ഹെൽത്തി ആയിട്ടേ കഴിക്കാൻ പാടുള്ളൂ, നീയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തിൽ കോൺഷ്യസ് ആവണം. ഇത് കേൾക്കുന്നേ ഡൂഹി പറയും ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്കല്ലേ, ഇന്ന് നീ കേക്ക് കഴിക്കും, നമുക്ക് രണ്ടുപേർക്കും ഇത് ഷെയർ ചെയ്യാം. എന്നാൽ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അതിനൊന്നും സമ്മതിക്കുന്നു ഒരു മട്ടും ഉണ്ടായിരുന്നില്ല. രണ്ടെണ്ണവും അങ്ങനെ ബാൽക്കണിയിലിരുന്ന് കുറേ നേരം സംസാരിക്കും. പിന്നീട് കാണിക്കുന്ന കുറച്ച് നാളിന് ശേഷമുള്ള സീനാണ്. അവിടെയായിട്ട് നമ്മുടെ ഗുവോൺ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് അവൻ്റെ ഫൗണ്ടേഷനിൽ അവൻ്റെ ഓഫീസിലായിട്ട് കയറി വന്നിട്ട് മിസ്റ്റർ പാർക്കിൻ്റെ അടുത്ത് പറയും പാർക്ക് നിങ്ങൾ ഒരിക്കലും കല്യാണം കഴിക്കരുത്, എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്, കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ ജീവിതം നശിച്ചു പോവും. നോക്കിയാണെ ആ ഡൂഹിയാണെങ്കിൽ എല്ലാ ദിവസവും എന്നെ ഇങ്ങനെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും, എനിക്കൊരു സമാധാനം തരത്തില്ല. ഈ ഡീമൻ്റെ ബുക്ക് തന്നെ നീ കണ്ടില്ലേ, ഇതിനകത്തുള്ള സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചു വെച്ചിട്ട് ഇതിനെ എന്ത് പരുവാക്കി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗുവോൺ ഭയങ്കരമായിട്ട് പരാതി പറയും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്നേ മിസ്റ്റർ പാർക്കാണെങ്കിൽ ഇവൻ്റെ അടുത്ത് പെതുക്കെ പറ എന്നുള്ള ചെറിയ ആംഗ്യം
കുഞ്ഞുങ്ങളും കാണിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് ആകത്തില്ല. പെട്ടെന്നാ നമ്മുടെ ഗുവോൺ ശ്രദ്ധിക്കുന്നത്, അതായത് ആ ഫൗണ്ടേഷനിലെ ആ ഓഫീസിലെ അവിടുത്തെ ചെയറിലായിട്ട് നമ്മുടെ ഡൂഹി ഓൾറെഡി ഇരിക്കുമായിരുന്നു. അവളാണെങ്കിൽ തിരിഞ്ഞിട്ട് ചോദിക്കും, എന്താ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉടനെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ടോപ്പിക് അങ്ങ് ചേഞ്ച് ആക്കും. എന്നിട്ട് പറയും, അയ്യോ എനിക്കൊന്നും പറയാനില്ല, ഇതിനകത്ത് ഒട്ടിച്ചേക്കുന്ന സ്റ്റിക്കറൊക്കെ എന്ത് രസമാണ് കാണാൻ, ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ നല്ലതുപോലെ ഉരുണ്ട് കളിക്കാൻ തുടങ്ങും. ഉടനെ നമ്മുടെ ഡൂഹി ആണെങ്കിൽ അവൻ്റെ പുറകെ നടന്നിട്ട് ചോദിക്കും, സത്യമാണോ നീ പറയുന്നത്, നിനക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാനുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവനെ നല്ലതുപോലെ ഇറിറ്റേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും കാണിക്കുന്ന ഇവരെ അടികൂടുന്ന സീനാണ്. അവിടെ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഇന്നലെ രാത്രി ലേറ്റായിട്ടാണ് ഓഫീസിൽ നിന്ന് വന്നത്. ഇതിൻ്റെ പേരിൽ ഗുവോൺ അവളുടെ അടുത്ത് നല്ലതുപോലെ ദേഷിക്കും. എന്നിട്ട് ചോദിക്കും, നിനക്ക് ലേറ്റായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ, എന്താ എന്നോടൊന്നും പറയാത്തത്, ഞാൻ എന്താ നിനക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഭയങ്കര ദേഷിക്കാൻ തുടങ്ങും. ഉടനെ നമ്മുടെ ഡൂഹി അവൻ്റെ അടുത്ത് തിരിച്ചു ചോദിക്കും, അല്ല നീ പാതിരാത്രിക്ക് ജോലിയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നതിന് ഞാൻ വല്ലതും പറയുന്നുണ്ടോ, നീ എന്നോടൊന്നും പറയാതാണല്ലോ ഇറങ്ങി പോകുന്നത് എന്നും പറഞ്ഞിട്ട് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങും. നമ്മുടെ ഡൂഹി പറയും, നിനക്ക് എന്താ എൻ്റെ ജോലി അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ പിണങ്ങി അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അവളുടെ പുറകെ വന്നിട്ട് അവളുടെ കയ്യിലായിട്ട് കയറി പിടിക്കും. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, എൻ്റെ കൈ വിട്, എനിക്ക് പോവണം, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോയെന്ന്. എന്നാൽ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അവളെ അങ്ങ് കെട്ടിപ്പിടിക്കും. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും പിണക്കമൊക്കെ മാറും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ നമ്മുടെ ഡൂഹി ഉണ്ടല്ലോ അവളുടെ ഓഫീസിലായിട്ട് വന്നിട്ട് എംപ്ലോയീസിൻ്റെ അടുത്ത് എല്ലായിടത്തും പറയും, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഹാഫ് ഡേ ആണ്, എൻജോയ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് അവൾ അവരെ എല്ലാവരെയും പറഞ്ഞു വിടും. കൂട്ടത്തിൽ തന്നെ അവളും ഗുവോണിൻ്റെ അടുത്ത് നല്ലതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഓടിച്ചാടിപ്പോവും. നമ്മുടെ ഗുവോണിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു പാർക്കിൽ കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഡൂഹി ആണെങ്കിൽ ഗുവോണിൻ്റെ പേരും വിളിച്ചിട്ട് അവിടോട്ട് ഓടി വരും. എന്നിട്ട് അവൻ്റെ ദേഹത്തായിട്ട് ചാടി കയറിയിട്ട് അവന് നല്ലൊരു കിസ്സും കൊടുക്കും. ഇവിടെയാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ നല്ല ക്യൂട്ട് മൊമെന്റ്സ് ഒക്കെ കാണിക്കും കേട്ടോ. ഈ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടിയാണ് നമ്മുടെ മൈ ഡം എന്ന് പറയുന്ന സീരീസ് അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.